Hello students, today we are going to see how can we solve a problem with a greater than or equal to constraints. For example, consider the problem minimize 4x1 plus 5x2 subject to 2x1 plus x2 less than or equal to 6, x1 plus 2x2 less than or equal to 5, x1 plus x2 greater than or equal to 1, x1 plus 4x2 greater than or equal to 2, x1 x2 greater than or equal to 0. എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്തില്ലേ? ഇവിടെ രണ്ട് കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോം ആണല്ലേ. x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നമ്മൾ ബേസിക് സിംപ്ലക്സ് മെത്തേഡ് പറഞ്ഞപ്പോൾ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിത്ത് ലെസ് ദാൻ ഓർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ മാക്സിമൈസേഷൻ ആവാം വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ്. അത് വേണേൽ ഇവിടെയും ചെയ്യാം. ആൻഡ് പോസിറ്റീവ് റൈറ്റ് ഹാൻഡ് സൈഡ്സ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ ബേസിക് സിംപ്ലക്സ് മെത്തേഡ് ചെയ്യത്തുള്ളൂ. ഇനി അങ്ങനെയല്ല, നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് നെഗറ്റീവ് RHS പരിഗണിക്കുന്നു എന്നിരിക്കട്ടെ, നടക്കില്ല. എന്നാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കൺസ്ട്രെയിൻസിനെ ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയിട്ട് മൂന്നാമത്തതിനെയും നാലാമത്തതിനെയും എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. എന്ത് സംഭവിക്കും? 2x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, x1 plus 2x2 less than or equal to 5, x1 plus x2 greater than or equal to 1 is equivalent to minus x1 minus x2 less than or equal to minus 1, and last one minus x1 അതും greater than or equal to ഞാൻ അതിനെ less than or equal to ആക്കാൻ വേണ്ടി രണ്ട് സൈഡിലും മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -2. അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്താലും ബേസിക് സിംപ്ലക്സ് മെത്തേഡ് ചെയ്യത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് RHS വേണം. ഇങ്ങനെ എടുത്താൽ എന്ത് സംഭവിക്കും? എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താവും സിസ്റ്റം? 2x1 plus x2 plus x3 ഈക്വൽ ടു 6 ആദ്യത്തെ ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ ഇക്വേഷനെ x1 plus 2x2 plus x4 ഈക്വൽ ടു 5 എന്നെഴുതാം. മൂന്നാമത്തെ ഇക്വേഷനെ -x1 -x2 plus x5 ഈക്വൽ ടു -1 എന്നെഴുതാം. ലാസ്റ്റ് ഇക്വേഷനെ -x1 -4x2 plus x6 ലെഫ്റ്റ് സൈഡിൽ എന്തോ കുറവാ, അതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിൽ കണ്ടിട്ടായിരുന്നു, ഈക്വൽ ടു -2 എന്നെഴുതാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ എത്ര ഇക്വേഷൻസാ ഉള്ളത്? നമ്പർ ഓഫ് ഇക്വേഷൻസ് m ഈക്വൽ ടു 4 ആൻഡ് നമ്പർ ഓഫ് വേരിയബിൾസ് n ഈക്വൽ ടു 6. ദെൻ n മൈനസ് m ഈക്വൽ ടു 6 മൈനസ് 4 ഈക്വൽ ടു 2. അസ്യൂമിങ് ആർബിട്രറി വാല്യൂസ് ഫോർ n മൈനസ് m വേരിയബിൾസ്. ഹിയർ വി അസ്യൂം ദ 0 വാല്യൂ. ഇപ്പോൾ രണ്ട് വേരിയബിൾസിന് 0 എടുക്കാം. മറ്റ് വേരിയബിൾസിന്റെ സൊല്യൂഷൻ മറ്റ് വേരിയബിൾസ് ഉപയോഗിച്ച് സൊല്യൂഷൻ എളുപ്പത്തിൽ പറയാവുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും എളുപ്പം? എല്ലാ ഇക്വേഷനിലും x1ഉം x2ഉം ഉണ്ട്, x1ഉം x2 ഒരുമിച്ചുണ്ട്. അപ്പോൾ അത് 0 എന്ന് കൊടുക്കുകയാണ്. രണ്ടെണ്ണത്തിന് 0 കൊടുക്കാം. അത് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായി? x1 0, x2 0, ദെൻ x3 ഈക്വൽ ടു 6 എന്നായി. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് x1 0, x2 0, we get x4 equal to 5. തേർഡ് ഇക്വേഷനിൽ x1 0, x2 0, x5 equal to -1. ഫോർത്ത് ഇക്വേഷനിൽ x1 0, x2 0, x6 equal to -2. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഫീസിബിളേ അല്ല. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എങ്ങനെ ഒരു സിംപ്ലക്സ് ടേബിൾ തുടങ്ങും? വെർട്ടിസസിൽ കൂടെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. വെർട്ടിസസ് എല്ലാം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. ഇത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു സിംപ്ലക്സ് ടേബിൾ തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രോസസ്സ് തെറ്റാണ്, ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ എന്താ മാർഗം? ഇനി നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിന്റെ കൂടെ സ്ലാക്ക് വേരിയബിൾസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്ലാക്ക് ആഡ് ചെയ്യുക, സർപ്ലസ് വേരിയബിൾസ് സ്ലാക്ക് ആഡ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിൽ ലെഫ്റ്റ് സൈഡിൽ എന്തോ കൂടുതലാണെന്നല്ലേ, അപ്പോൾ സർപ്ലസ് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ആദ്യത്തെ രണ്ടും ലെസ് ദാൻ, അവിടെ സ്ലാക്ക് ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അവിടെ ലെഫ്റ്റ് സൈഡ് കൂടുതലാണ്,
surplus variables are all positive. Surplus like surplus all artificial ഡിഫൈൻ ചെയ്യാൻ പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനെ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് എന്തെഴുതും? 2x1 plus x2 plus x3 equal to 6. Then second equation x1 plus 2x2 plus x4 equal to 5. x1 plus x2 ഫോം ചേഞ്ച് ചെയ്യുന്നില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടുക്കുന്നു, മൈനസ് x5 റൈറ്റ് സൈഡ് ഒക്കെ പോസിറ്റീവാണ്, മുമ്പത്തെ പ്രശ്നമില്ല, ഈക്വൽ ടു 1. ലാസ്റ്റ് ഇക്വേഷൻ x1 plus 4x2 മൈനസ് x6 ഈക്വൽ ടു 2. ഇപ്പോൾ ഒരു കുറേയും കൂടെ കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോഴും നമ്പർ ഓഫ് വേരിയബിൾസ് ഈക്വൽ ടു 6, നമ്പർ ഓഫ് ഇക്വേഷൻസ് m ഈക്വൽ ടു 4, n മൈനസ് m ആകെ 6 വേരിയബിളേ ഉള്ളൂ, n മൈനസ് m ഈക്വൽ ടു 2. എപ്പോഴും നമ്മൾ ആർബിട്രറി വാല്യൂ 2 വരും, ആർബിട്രറി വാല്യൂ 0 എന്ന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നത്. x1 x2 0 എന്ന് കൊടുക്കുക, x1 ഈക്വൽ ടു x2 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? x3 ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും, x3 ഈക്വൽ ടു x1 x2 0 ആണ്, x3 ഈക്വൽ ടു 6. ദെൻ x4 ഈക്വൽ ടു 5, minus x5 equal to 1, or you get x5 equal to minus 1. Minus x6 equal to 2, or you get x6 equal to minus 2. ഇവിടെ എന്തോ ലാഭം ഉണ്ടെന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ പോയത്, പക്ഷെ കഴിഞ്ഞ കാര്യം തന്നെയാണ് സംഭവിച്ചത്. സർപ്ലസ് വേരിയബിളിന് കിട്ടിയ സൊല്യൂഷനിൽ പഴയ നെഗറ്റീവ് വാല്യൂ തന്നെ ഇത് തന്നെയാണ് വന്നത്. ഇതും ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തരത്തില്ല. ഒരു ബേസിക് ഫീസിബിൾ വെർട്ടിസസിൽ കൂടിയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ വരാൻ സാധിക്കുന്നത്. അത് ഏത് വെർട്ടെക്സ് ആണെന്ന് അറിയത്തില്ല, നമ്മൾ വെർട്ടെക്സ് ടു വെർട്ടെക്സ് മൂവ് ചെയ്യുകയാണ്, അതാണ് സിംപ്ലക്സ് ടേബിളും ചെയ്തത്. അപ്പോൾ ഇതും ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തരത്തില്ല, നമ്മുടെ ഈ മെത്തേഡും ഫെയിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ മൈനസ് x5 നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഒരിക്കലും ഒരു പോസിറ്റീവ് വാല്യൂ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് നമ്മളവിടെ ഒരു പോസിറ്റീവ് കോഎഫിഷ്യൻ്റ് ഉള്ള -x5, മൈനസ് അതിനല്ലേ പ്രശ്നം, പോസിറ്റീവ് കോഎഫിഷ്യൻ്റ് ഉള്ള വേരിയബിൾ അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനെ തന്നെ റീറൈറ്റ് ചെയ്താൽ ഇത് രണ്ടും സെയിം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ കേസും സെയിം ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇവിടെയാണ് ചേഞ്ച് വരുത്താൻ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ ചേഞ്ച് വരുത്താം. എന്താണ് നമ്മൾ വരുത്താൻ പോകുന്ന ചേഞ്ച്? -x5 -x6 ഒക്കെ വേണമായിരുന്നു, സാരമില്ല. x1 plus x2 minus x5 x1 plus x2 മൈനസ് x5, അത് മാറ്റമൊന്നുമില്ല, അതവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഈ കൂടുതലായിട്ട് നിൽക്കുന്നത് കുറയുള്ളൂ, കൂടുതലല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ, -x5. പിന്നെ നമ്മളുടെ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആകുന്ന പർപ്പസിന് വേണ്ടി ഒരു പുതിയ വേരിയബിളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. -x5 ഞാനതിനെ x6 എന്ന് വിളിച്ചോട്ടെ, മറ്റേ വേരിയബിൾ മായ്ച്ചു കളഞ്ഞല്ലോ, അപ്പോൾ പ്രശ്നമില്ലല്ലോ. പ്ലസ് x6 ഈക്വൽ ടു 1 എന്ന് എഴുതാം. മറ്റേ ഇക്വേഷനിൽ x1 plus 4x2 മൈനസ് x6 വരെ എഴുതി, x7 plus x8, അത് ഓർഡറൊക്കെ മാറ്റാം കേട്ടോ, -x5 -x6 ഇവിടെയും x7 x8 അടുപ്പിച്ചൊക്കെ ആക്കാം. ഈക്വൽ ടു 2 അല്ലേ റൈറ്റ് സൈഡ്, ഈക്വൽ ടു 2 എന്ന് എഴുതുന്നു. അപ്പോൾ ഇത് നമ്മളുടെ റൈറ്റ് സൈഡ് നെഗറ്റീവ് ആകുന്ന പർപ്പസ്, റൈറ്റ് സൈഡ് നെഗറ്റീവ് ആകുന്ന പ്രശ്നം ഒഴിവാക്കി റൈറ്റ് സൈഡ് പോസിറ്റീവ് ആകുന്ന പർപ്പസിലേക്ക് നമ്മൾ ചെയ്തതാണ്. ഇനി അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു. എന്താ വന്നേ? വേരിയബിൾസിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ വേറെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്പർ ഓഫ് ഇക്വേഷൻസ് എത്രയാ? നമ്പർ ഓഫ് ഇക്വേഷൻസ് m സെയിം തന്നെയാണ്. m ഈക്വൽ ടു എത്ര എണ്ണം ഉണ്ട്? ഇക്വേഷൻസിന് മാറ്റമൊന്നുമില്ല, 4 ഇക്വേഷൻസ്. m ഈക്വൽ ടു number of equations m equal to 4, but the number of variables n equal to slack ഉണ്ട്, സർപ്ലസ് ഉണ്ട്, അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു x6 x8ഉം നമ്മുടെ ഉദ്ദേശം x5 x6 പഴയ x5 x6നെ കൊണ്ട് നടക്കാവുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ 2 വേരിയബിൾസിനെയും കൂടെ ചേർത്തു. n equal to
8. Number of variables n equal to 8. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അടുപ്പിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. -x5 ഇതിനെ x6 എന്ന് വിളിക്കുക, ദിസ് വൺ x7, ദിസ് വൺ x8. അങ്ങനെ പേര് നമ്മൾ കൊടുക്കുന്നല്ലോ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. Anyway, number of variables equal to 8 and the value n minus m changes to 4. അപ്പോൾ ആർബിട്രറി വാല്യൂസ് 4 പേർക്ക് കൊടുക്കണം, 0 വാല്യൂസ് 4 പേർക്ക് കൊടുക്കണം. 2 പേര് ഏതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായി. x1 ഈക്വൽ ടു x2 ഈക്വൽ ടു 0. പിന്നെ എവിടെയാ x5 x6 പ്രശ്നക്കാരായിരുന്നു, അതിന് നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ അവരെ നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ഒഴിവാക്കി എടുത്തു. x5 x6 കൂടി 4 പേർക്ക് 0 കൊടുക്കാം, 0 കൊടുത്തു. ദെൻ ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ, ഈ കാര്യം ഇവിടെ ശരിയാണ്. ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ യു ഗെറ്റ് x3 equal to 6, and from the second equation you get x4 equal to 5. From the third equation x1 0, x2 0, x5 0, and you get x7 equal to 1. x7 equal to 1. And from the last equation x1 x2 x6 0, 6 equal to 0 കൊടുക്കാനാണ്. Then you get x8 equal to 2. ഇപ്പോൾ ഇതൊരു റൈറ്റ്, എല്ലാ വാല്യൂസും പോസിറ്റീവ്. x1 x2 x5 x6 0, മറ്റ് വാല്യൂസ് പോസിറ്റീവ്. ദിസ് ഈസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ സിംപ്ലക്സ് ടേബിൾ. ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിലേ കാനോണിക്കൽ ഫോം ആകത്തുള്ളൂ. ഇത് കാനോണിക്കൽ ഫോം അല്ല, റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ തന്നെ ബേസിക് സൊല്യൂഷൻ കിട്ടി, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിയില്ല. ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് റെഡ് മഷിയിൽ നമ്മൾ എഴുതിയിരുന്നൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അതിനെ നമ്മൾ ശരിയാക്കി എടുത്തതാണ് ബ്ലൂ കളറിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഇനിഷ്യൽ സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാം, സിംപ്ലക്സ് മെത്തേഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ആവശ്യമില്ലാതെ രണ്ടുപേരെ, ആവശ്യമുണ്ട്, നമ്മൾ രണ്ടുപേരെ ചേർത്ത് വെച്ചിട്ടുണ്ട്, x7 x8. -x5 എന്ന് പറഞ്ഞപ്പോഴേ അത് ഇക്വാളിറ്റി ആയതാ, -x6 എന്ന് പറഞ്ഞപ്പോഴേ ഇത് ഇക്വാളിറ്റി ആയതാ. ഇക്വാളിറ്റി ആക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ സർപ്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. x7 x8 ഇപ്പോൾ എക്സ്ട്രാ ആണ്. അപ്പൊ എന്ത് സംഭവിക്കണം? ഇവര് അത്യാവശ്യക്കാരല്ലായിരുന്നു, അവര് 0 ആയാലേ ഇക്വാളിറ്റി വരുള്ളൂ. എന്ന് പറഞ്ഞാൽ x7ഉം x8നെയും നമുക്ക് മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്യുന്ന നെഗറ്റീവ് ആകത്തില്ല, വേരിയബിൾസ് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. x7നെയും x8നെയും 0 ആക്കുക നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും. therefore മിനിമൈസ് ആക്ച്വൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അവിടെ കിടപ്പുണ്ട്, നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ അതിനെ നോക്കുകയല്ല. g of x equal to sum of the artificial variables, here x7 plus x8, sum of the artificial variables. Assume that we have artificial variables in all the equations. എല്ലാം greater than or equal to constraints ആയിരുന്നെങ്കിൽ എല്ലായിടത്തും artificial variables വരുമായിരുന്നു. ആകെ സാധാരണ പറയുന്നത് 1, 2, etc. m ഇക്വേഷൻസ്. അപ്പോൾ m artificial variables വരും. അപ്പോൾ ആകെയുള്ള വേരിയബിൾസ് n വേരിയബിൾസ് എന്നാണ് സാധാരണ അസംഷൻ. അത് ഇക്വേഷൻസ് ആക്കിയിട്ട് നിങ്ങൾ വിചാരിച്ചു. പിന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ചേർക്കുമ്പോൾ എല്ലാ ഇക്വേഷനിലും n കഴിഞ്ഞ് xn+1 ഇവിടെ xn+1 xn+2 എക്സെട്ര xn+m ഇക്വേഷൻസ്, m ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വന്നാൽ, ഇവിടെ രണ്ടിടത്തേ വന്നുള്ളൂ. എല്ലായിടത്തും വരുവാണെങ്കിൽ 4 ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വരുമായിരുന്നു. x4 വരെ ഉണ്ടായിരുന്നു എന്ന് പറയാം. x4+1 x4 എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ, x4+1 5, x5 x6 x7 എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഉണ്ടായിരുന്നെങ്കിൽ x5 x6 x7 x8 അങ്ങനെ വേരിയബിൾസ് വരുമായിരുന്നു. ഇങ്ങനെ ഓർക്കാം, സം ഓഫ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്, ദീസ് ആർ കോൾഡ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. x7 x8 പോലെ വന്നത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സർപ്ലസിന് പുറമെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിലും ഇക്വേഷൻസിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ സം, ഇത് ജനറൽ ആയിട്ട് എഴുതുമ്പം സം ഓഫ് xn വരെ ഉണ്ട്, അത് കഴിഞ്ഞ് സബ്സ്ക്രിപ്റ്റ് xn+i, അതെല്ലാ ഇക്വേഷനിലും വരുവാണ് i ഈക്വൽ ടു 1 to m, സിഗ്മ i ഈക്വൽ ടു 1 to m xn+i എന്ന് എഴുതാം. ഇനി കൺസ്ട്രെയിൻസിന്റെ ഫോം മാറിയത് എങ്ങനെയാണെന്ന് അറിയാം. ഒരു കൺസ്ട്രെയിനെ ഞാൻ എഴുതാം, ith കൺസ്ട്രെയിൻ, സിഗ്മ j ഈക്വൽ ടു 1 to m aij xj ഈക്വൽ ടു bi ആയിരുന്നു ഇക്വേഷൻ എങ്കിൽ അതിന്റെ കൂടെ അതിന്റെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ith ഇക്വേഷൻ എന്ന് പറഞ്ഞ് പ്ലസ് xn+i ഈക്വൽ ടു ith ഇക്വേഷൻ, റൈറ്റ് സൈഡ് വിൽ ബി bi. ഇത് ith ഇക്വേഷൻ. അങ്ങനെ എല്ലാ ഇക്വേഷൻസും i ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും, i ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. എത്ര ഇക്വേഷൻസാ? ആകെ m ഇക്വേഷൻസ്. അപ്പോൾ i ഈക്വൽ ടു m കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ കിട്ടും. മിനിമൈസ്
sum of the artificial variables with respect to this constraint is called the auxiliary problem.